മരിച്ചു. ബാക്കിയുള്ള 51 പേരിൽ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം ഫോണില്ല. ബാക്കി 58 പേരെയും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു. 4 പേരിൽ പിടിയേറുന്നില്ല. ഇതിന് വനജയെ വിളിക്കാൻ തന്നെ കഴിഞ്ഞില്ല. അവർ സ്വിച്ച് ഓഫ് ചെയ്ത് ഗൗരിദാസ്, അതേപോലെ തന്നെ നാരായണൻകുട്ടി, രാമചന്ദ്രൻ, കണ്ട്രാമത്ത് എന്നിവരെ പലതവണ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അവസാനം രാമൻ തന്നെ നമ്മുടെ തേങ്ങശ്ശേരി ബേക്കറിയിൽ വെച്ച് 2 തവണ കണ്ട് എന്താണ് വരണമെന്ന് നേരിട്ട് പറഞ്ഞു. നമസ്കാരം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ കഴിഞ്ഞൂൽ സന്തതികളായ തേങ്ങശ്ശേരി NSS ഹൈസ്കൂളിലെ 73-74 അധ്യയന വർഷത്തെ കുട്ടികളുടെ സ്നേഹക്കൂട്ടായ്മയാണ് 2023 ഏപ്രിൽ മാസത്തിൽ ആദ്യമായിട്ട് നടന്നത്. അതിനുശേഷമുള്ള പുനഃസമാഗമത്തിൻ്റെ ആഘോഷവേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സദസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രയും പേരെ കാണുന്നില്ല. തരണം ചെയ്തിട്ട് നമുക്ക് ഈ അവസരത്തിൽ ഒത്തുകൂടാൻ സാധിക്കില്ല. അറിയില്ല, ഒരു സദസ്സിൽ ഇരിക്കുന്നത് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും മഹത്തരായ ഒരു പ്രവൃത്തിയാണ്. ഈ സന്ദർഭം നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ്. ഇതുപോലെ സ്നേഹക്കൂട്ടായ്മകളാണ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. ഈ 3 കൊല്ലത്തെ SLC വിദ്യാഭ്യാസം. അപ്പം അതിന് പുറമെ അന്ന് 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികൾ, പത്മജൻ, മണി, അങ്ങനെയുള്ള കുട്ടികൾ കഴിഞ്ഞ ഡിസംബർ 29-ന് മലമ്പുഴയിൽ വെച്ച് ഒരു സംഘം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടത് ചെയ്ത് സംസാരിക്കുന്നത് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. പിന്നെ പുതുതായി പരിചയക്കാരെന്ന് രാജഗോപാലിൻ്റെ വൈഫ്, വിജയപ്പൻ്റെ വൈഫ്, അബ്ദുൽ അസീസിൻ്റെ വൈഫ്, ഇതൊക്കെയുള്ള പുതിയ എന്നെ സംബന്ധിച്ചുള്ളത് അതൊക്കെ എല്ലാവരും ഓർമ്മയിൽ വന്നു. ഇപ്പം അബ്ദുൽ അസീസിന് എന്തോ പറയാം, എന്നെ ഓർമ്മ വൈഫിന് പറയാറ്. ഞാൻ പ്രത്യേകിച്ച് പറയാറ്. ഞാൻ എൻ്റെ പേര് ഗോവിന്ദൻകുട്ടി. ഫാമിലി 2 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളാണ്. മൂത്താൾക്ക് ജോലിയുണ്ട്, ബാംഗ്ലൂരാണ്. പറ്റിയിട്ട് 2ാമത്തെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ജോലി കിട്ടിയിട്ടില്ല. ബാംഗ്ലൂരിൽ തന്നെ പറഞ്ഞിട്ട് വേദി അലങ്കരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചർ, രാധ ടീച്ചർ, ഇന്ദിര ടീച്ചർ, സത്യൻ, എല്ലാവർക്കും നന്ദി അറിയിച്ചു. പിന്നെ ഇത് ചെന്നൈ പരിചയപ്പെടുന്ന അച്ഛൻ രാജഗോപാൽ, മിസ്സിസ് പ്രേമ, ഇനി 2 മക്കളാണ്. മൂത്താവ് അമേരിക്കൻ, 2ാമത്തെ ഡോക്ടറാണ്, മോള്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂടി കഴിയുന്നു. ടീച്ചർ വാർത്ത പറഞ്ഞു നന്നായി ആകർഷിച്ചു. ഇല്ലല്ലോ, ടീച്ചർ പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. എന്തറിയോ, കുട്ടികൾ, ടീച്ചർക്കുള്ള അഭിമാനം. എനിക്ക് സ്വന്തമായ സ്കൂളാണ് ഹൈദരാബാദ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളുടെ മുന്നിൽ. അപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ചെറിയ കുട്ടികൾ പറയും, മമ്മി സാറ് കൊണ്ട് പറയും. അത് കഴിഞ്ഞ് സ്കൂൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇതിനായിട്ട് തന്നെ പണ്ട് എന്നോ പഠിച്ചുപോയ കുട്ടികൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ സാറേ പറഞ്ഞ് ഓടി കെട്ടിപ്പോയി. പഴയ കുട്ടികൾ അതിന് വേണ്ടി പുതിയ തലമുറ കഴിഞ്ഞ വർഷം പാസ് ഔട്ടാണ് വിചാരിക്കുക SLC. നമ്മൾ വെണ്ണു കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ അറിയിച്ചു വരും. ഗുരുവിനോടുള്ള ഭക്തി കമ്മിറ്റി. പണ്ടത്തെ കുട്ടികൾ നല്ല ഭക്തിയായിരുന്നു, അത് ഓക്കെ. അപ്പോൾ ഞാൻ ആ ടീച്ചർ പറഞ്ഞ വാക്ക് എൻ്റെ അഭിപ്രായം ലോകത്തിലെ ഏറ്റവും പുണ്യമായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2ാം സംഗതി എല്ലാവരും കൂടി ഒത്തുചേരാൻ സാധിച്ചത് സന്തോഷം.
സത്യൻ അഭിപ്രായം പറയാൻ പറഞ്ഞു. അതുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റിയ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ. അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. വളരെ ഈക്വൽ ഇൻ സെൻസ് ഓഫ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ സത്യം കുറേ പ്രപ്പോസൽസ് വെച്ചു, നല്ല അടിപൊളി പ്രപ്പോസൽസാണ്. അപ്പോൾ അതിനെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് നല്ലൊരു ഭാവിക്ക് വേണ്ടി സത്യം ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഈ ഇങ്ങനെ ഒരു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ കാരണം എൻ്റെ കാര്യകർത്ത സത്യനാണ്. അതിനെ ഞാൻ സത്യനെ അഭിനന്ദിക്കുന്നു. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം അഭിനന്ദിച്ചു, വീണ്ടും അഭിനന്ദിക്കുന്നു. നമ്മളോട് പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ കുടുംബം, മക്കളെ, പേരെ, കുട്ടികളുടെ ഉദ്യോഗം, ഇവിടെ 10 രൂപ സമ്പാദിക്കാൻ പറ്റുക, അങ്ങനെ കാര്യങ്ങൾ സത്യത്തിൻ്റെ എല്ലാ ജീവിതത്തിൽ ത്യാഗം ചെയ്ത് ഞങ്ങൾ ഒരു സംഘം തുടങ്ങിയത് ഞാൻ സത്യനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സത്യം. നമ്മുടെ 73-74 ബാച്ചിലെ സ്റ്റുഡൻസും അവരുടെ കുടുംബം അങ്ങനെയുള്ളതാണ് ഇത് പങ്കെടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കാലത്ത് എനിക്ക് കൂടി അന്നവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കും. പല ഭാഗങ്ങളും നമ്മുടെ കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ പ്രൊഫഷൻസ് നമ്മളെല്ലാവരും അംഗീകരിച്ച് കമ്മിറ്റി ഉണ്ടാക്കുക. അതിലുള്ള എല്ലാ ഞാനും ഭാഗമാക്കാൻ എന്ന് പറയാൻ പറ്റിയ ആൾക്കാരോ ഇല്ലാതെ ഒരു ഇതില്ല. കഴിഞ്ഞ അത്ര ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ വിശ്വാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്തോളം ആൾക്കാരുടെ സാഹചര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചില്ല ഞാൻ കൂടെ ശരിക്കും പറഞ്ഞത്. എൻ്റെ ടീച്ചർ സത്യം വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, രാധ ടീച്ചറുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ബോർഡിലേക്ക് എഴുതാൻ പോയപ്പോൾ ഞാനും അത് തുടർന്ന് ഒന്ന് നീക്കി ഒരു ശബ്ദം ഉണ്ടായി. ടീച്ചർ പരുഷമായിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ നോട്ടത്തിലൊരു അർത്ഥം ഉണ്ടായിരുന്നു, നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല. പിന്നീട് പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ചെറിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും കുടുംബത്തിനും അതിൻ്റെ സുഖസൗകര്യം, ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ഇതാണ്. പിന്നീട് അത് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന പിള്ളേർ ഇപ്പോൾ തങ്കമീനെ ഒത്തിരി വർഷമായിട്ട് ആദ്യമായിട്ട് കാണുന്നു. വത്സല, രമ ഇവരൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. അങ്ങനെ പോകുന്നു. മറ്റു പലരും ഇപ്പോൾ കാണുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വേറെ ചില ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ ഒരാൾക്ക് ചിലപ്പോൾ സത്യമൊക്കെ അറിയാവുന്നതാണ്. ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. പിന്നെ LP സ്കൂളിലാണെങ്കിൽ ലോയസായിട്ട് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അതിൽ ബന്ധപ്പെടാറുണ്ട്. പിന്നെ വയങ്കാവ് ഉത്സവ കമ്മിറ്റിയിലൊരു മെമ്പറാണ്. അപ്പം അങ്ങനെ ജോലികൾ എറണാകുളത്തായിരുന്നു. ഒരു 30 വർഷത്തോളം എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം വൈഫിൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ അടുത്ത് തന്നെയാണ്, പരിസരത്താണ്. സത്യൻ പല കാര്യങ്ങളും പറയാനുള്ള ഒരു സാഹചര്യം. ഇന്ദിര ടീച്ചറെ ഞാൻ സീസ് രാജഗോപാലൊക്കെ ഇതുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പോകുന്നതാണ്. ഏതായാലും ഇത്ര ആളുകളെ സംഘടിപ്പിച്ചതും ഈ ഒരു യോഗം ഇവിടെ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിളിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, അങ്ങനെയൊക്കെ തന്നെ ഇല്ലെന്നുള്ള അഭിപ്രായം ചോദിക്കും, അതിനായിട്ട് ബന്ധപ്പെട്ട് പോകും. ബാക്കി പിന്നീട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യൻ നേരത്തെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു. വൺ ഡേ ടൂറോ അല്ലെങ്കിൽ ഇതിൽ ഒന്ന് വിപുലീകരിക്കണം എന്നൊക്കെ, അതൊക്കെ ഇപ്പോൾ കൂടിയ പൊതുജനത്തിൻ്റെ അംഗീകാരത്തോടു കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലല്ല 2 പ്രാവശ്യമൊക്കെ നടത്തിയാലും നമുക്ക് ഇന്ത്യക്ക് ഒരു മാനസിക ഉല്ലാസം എന്നുള്ളൊരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കലൊരു ടൂറോ സൗകര്യം ഉണ്ടെങ്കിൽ വണ്ടേ ആയാലും മതി. വണ്ടേ ടൂറ് എല്ലാവരും ഒന്ന് കണ്ട് കാര്യം ശരിയാണ്. മനസ്സിനൊരു സന്തോഷവും ഇതൊക്കെ തോന്നുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം മാറ്റിവെച്ച് എല്ലാവരും ഒത്തുകൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാധ ടീച്ചർ, സത്യൻ,
അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ പുറത്തായിരുന്നു, കുഴപ്പമില്ല. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ സമയത്ത് ഇവിടെ കൂടാൻ സാധിച്ചതിൽ സർവശക്തനോട് നന്ദി. ജീവിതത്തില് പലവർക്കും പല വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങളിൽ ചിലവർക്ക് തരണം ചെയ്ത് ഇവിടെ വരാൻ പറ്റും, ചിലവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അധികം പേരും വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പലർക്കും പല കാരണങ്ങളുണ്ടാവും. പിന്നെ തമാശ പറയില്ല, ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ജീവിതമാതിരിയല്ല, നമ്മൾ പഠിക്കുന്ന മാതിരിയല്ല. ഇന്നത്തെ സ്കൂളിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പത്തെ ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ പോയി ഒരു പയ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് എന്താണ്, പുറത്തിറങ്ങി ഞാൻ കാണിച്ചത്. അതിനെ കൂടി ഞാൻ കാറിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളാണ് സാഹചര്യങ്ങൾ ചിലപ്പോൾ യാദൃശ്ചികമായിട്ടൊക്കെ മാറും അറിയാൻ. എന്തായാലും വരാൻ അപ്പോൾ മരുമകളും വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഡോക്ടറും അവരെ നല്ല കുട്ടിയാണ്. അപ്പോൾ മരുമകളെ കുറിച്ച് തന്നെ വരുന്ന അമ്മയെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറേ ആശകൾ പങ്കുവെച്ചതോടെ വരാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നെ ഞാൻ കുറേ ചന്ദ്രിക കാരണങ്ങളൊന്നുമില്ല, വരാൻ മടിയാണ്, ഞാൻ വരുന്നില്ല. എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു. ഞാനിവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ വീടൊക്കെ വെച്ചുകൊണ്ട് കുറേ